നിങ്ങൾ കുറെ നാളായിട്ട് എന്നോട് ചോദിക്കണ്ടാ ടെക്കിന് പേര് മാത്രമല്ല ടെക് വീഡിയോ ഇടുന്നില്ലെന്ന് ഗൈസ്. അതാണ് ഇതിന്റെ ആൻസർ ഗൈസ്. നമ്മൾ ഇന്ന് റിയൽമി X2 Pro ദാറ്റ് ഈസ് റിയൽമിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അപ്പോൾ അതിന്റെ റിവ്യൂ ആണ് ഗൈസ്. ദാറ്റ് ഈസ് അൺബോക്സിംഗ് റിവ്യൂ, ഫസ്റ്റ് ഇംപ്രഷൻ എല്ലാം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എക്സൈറ്റഡ് അല്ലേ? ഞാൻ എന്തായാലും ശരിക്കും എക്സൈറ്റഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്പെക്ക് ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ ടോപ്പ് ഓഫ് ദ ലൈനാണ്, ഒരു രക്ഷയില്ല. പിന്നെ കേരളത്തിൽ തന്നെ 2 ഷോപ്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിലൊന്നാണ് നമ്മുടെ സെല്ലുലാർ വേൾഡ്. അപ്പോൾ അവിടുത്തെ ഓണർ ഉണ്ണിച്ചേട്ടൻ നമ്മളെ രാവിലെ വിളിച്ചു, സഞ്ജൂത്ത ഓടിവാടാ, നിനക്ക് വേണ്ടി ഫോണുണ്ട് റിയൽമി X2 Pro, ഒരു റിവ്യൂ ചെയ്യടാ. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഇതിൻ്റെ അകവും പുറവും മൊത്തം അഴിച്ചെടുത്ത് റിവ്യൂ ചെയ്യാൻ പോവാം. ദാറ്റ് ഈസ് ബോക്സ് ആണ് കേട്ടോ, ഫോൺ തല്ലി പിടിക്കത്തില്ല. ഓക്കെ, അപ്പോൾ പോയേക്കാം. നമുക്ക് നേരെ ബോക്സ് ഒക്കെ പൊട്ടിച്ചേക്കാം. ഓക്കെ, ഓ ഗൈസ് റിയൽമിന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഇതൊരു TPU കേസ് ആണെന്ന് തോന്നുന്നു. വേണ്ട, ഇത്തിരി ഡാർക്ക് ഷെയ്ഡുള്ളതാണ്, പക്ഷെ സംഭവം ക്വാളിറ്റി അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡായിട്ട് നമുക്ക് ഗൈസ് ഫോൺ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വോ ഗൈസ്, സംതിങ് ബിഗ് ആണ് കേട്ടാ. ഇതാണ് നമ്മുടെ സാധനം, സൂപ്പർ വോക്ക്. ഇത് സാധാരണ അല്ല, ഇത് സൂപ്പർ വോക്ക് ഫാസ്റ്റ് ചാർജറാണ്. ദെൻ ഒരു നോർമൽ USB Type-C. പിന്നെ ഗൈസ് നമുക്കൊരു സിം ഇജക്ടർ ടൂളും ഉണ്ട്. ഓക്കെ, സോ ഗൈസ് ഇതാണ് നമ്മുടെ ഫോൺ കേട്ടോ. കണ്ട അടിപൊളി സംഭവമല്ല, ഒരു വെള്ള കളർ ഇരിപ്പുണ്ട്. പേഴ്സണലി എനിക്ക് ബ്ലൂ ആണ് ഇഷ്ടം, പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ്, നമുക്ക് ഇതാണ് കിട്ടിയത്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ലൂണാർ വൈറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ കേസും കൂടി ഇട്ട് നോക്കാം. അപ്പോൾ അടിപൊളിയാണോ അല്ലേ നമുക്കൊന്ന് അറിയാം. ഓക്കെ, സാധാരണ കേസൊക്കെ ഇട്ട ലുക്കൊന്നും കാണത്തില്ല, പക്ഷേ ഇത് കൊള്ളാം ഗൈസ്. കണ്ട, അപ്പോൾ നമ്മുടെ കൈ പിടിച്ച് എങ്ങനെയുണ്ടെന്നത് നിങ്ങൾക്ക് കാണാം. കണ്ട, കൈ പിടിച്ചിട്ട് ഒരു പ്രത്യേക ഒരു അടിപൊളി ഹാൻഡ്സ് ഓൺ. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിനകത്ത് ആൻറ്റിനാസ് ഉണ്ടല്ലോ, അത് കൂടുതലാണ്. ലൈക്ക് ഇതേ നോക്കിയോ, 1 2 3 4 5 6 ആൻറ്റിനാസാണ് കൈസ് ഉള്ളത്. എന്തിനാണ് ആലോചിക്കണം? സാധാരണ ഒരു ഫോണിനകത്ത് ഒരു 3 4 അത്ര വരത്തുള്ളൂ, പക്ഷേ ഇതിനകത്ത് 6 ആൻറ്റിനാസ് ഉണ്ട്. ആൻഡ് ഗൈസ് സ്പീക്കർ ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യെസ് നമുക്കിവിടെ സ്റ്റീരിയോ സ്പീക്കറാണ് കേട്ടോ നമുക്ക് ലഭിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഗൈസ് ഈ ക്യാമറയുടെ തൊട്ട് പൊക്കത്തായിട്ടൊരു സംഭവമുണ്ട്, അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ട, ഇത് കണ്ട, ഇത് ചെറിയ ഒരു സ്പീക്കറാണ്, അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് ഇവിടുന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ താഴത്തും. അപ്പോൾ നോക്കുവാണെങ്കിൽ മുകളിലും താഴത്തും ഒരേപോലെ സൗണ്ട് എന്തൊക്കെയാണ് ഞാൻ പറയണത്, ഒരേപോലെ സൗണ്ട് മുകളിലും താഴത്തും കേൾക്കുന്നതാണ്. അടിപൊളി. യോ ഗൈസ്, ഇത് ഡുവൽ നാനോ സിം കാർഡ്സ് ആണ് കേട്ടോ. അതെ കണ്ട, ഇറ്റ്സ് ടൈം ഫോർ ദ ചെറുക്കൻ ടു ബൂട്ടപ്പ്. ചെറുക്കൻ അങ്ങ് ബൂട്ടപ്പ് ചെയ്യാൻ പോവാണ്. ഞെക്കി പിടിച്ചിരിക്കുക. ഓണാണ് മുത്ത, ഓണാണ്. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഫോൺ അങ്ങനെ ബൂട്ടായിരിക്കുകയാണ്. കണ്ടില്ലേ, എന്നാ രസമാണ് നീല കളറി വെള്ള ബാക്കൊക്കെ വെച്ചിട്ട് പൊളി സംഭവം. ഓക്കെ, അപ്പോൾ ഗൈസ് സ്പെക്ക് എന്ന് പറഞ്ഞാൽ മാരകമാണ് കേട്ടോ. ടോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുവാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സറാണ്. ദാറ്റ് ഈസ് SD Snapdragon 855+. ഇത്ര നാൾ ഇറങ്ങി വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ. ഓക്കെ, പിന്നെ ഗൈസ് ഇതിൻ്റെ ബാറ്ററിയാണ് പൊളി കേട്ടോ. എന്ന് പറഞ്ഞാൽ 4000 mAh അല്ല ഗൈസ്, ബട്ട് ഇതിൻ്റെ ചാർജറുണ്ടല്ലോ അതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സൂപ്പർ വൂക്കാണ്. എന്ന് പറഞ്ഞാൽ ഗൈസ് വെറും 30-32 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ ഫുൾ ചാർജ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നേരെ പോയി കുത്തിയിടുന്നു, 30-32 കൊണ്ട് ഫുൾ ചാർജ് ആവുന്നു. പിന്നെ എൻ്റെ ഇരിക്കണ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB റാം, അതുപോലെ തന്നെ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബേസ് വെർഷൻ ഉണ്ട്, ദാറ്റ് ഈസ് 6GB റാമുള്ളതാണ്. അതും അടിപൊളിയാണ് കേട്ടോ. അത് ഗൈസ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ് കേട്ടോ. ദാറ്റ് ഈസ് 6.55 ഇഞ്ചിൻ്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. എന്ന് പറയുമ്പോൾ സൂപ്പർ അമോലെഡ് കളർ പ്രൊഡക്ഷൻ തന്നെ കണ്ടില്ല ഗൈസ്. അതിൻ്റെ ബ്രൈറ്റ് കൂട്ടി കുറയ്ക്കാൻ തന്നെ നിങ്ങൾക്ക് അറിയാം. കണ്ട, അതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ കണ്ട. ഇപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട്, എന്നിട്ടും നമുക്ക് അടിപൊളിയായിട്ട് കാണാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ നോച്ചും ബെസലും എല്ലാം ബോഡി റേഷ്യോ നോക്കുമ്പോൾ എല്ലാം കുറവാണ്. കണ്ട, ഇത്തിരി സ്ലിമ്മുമാണ് സംഭവം, പക്ഷേ ചെറുതായിട്ട് വെയിറ്റ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ് കേട്ടോ. ബാക്കി എല്ലാം നോക്കുവാണെങ്കിൽ അടിപൊളി ഒരു സെക്സി ഫോണാണ് സംഭവം. വോയിസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കളർ OS 6.1 വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 9.0 ബട്ട് ഡോണ്ട് വറി ഗൈസ്, കാരണം ആൻഡ്രോയിഡ് 10 സംഭവം ഉടനെ വരുന്നതാണ്. പിന്നെ പെർഫോമൻസിന്റെ കാര്യം പറയാമല്ലോ, എൻ്റെ പൊന്നെ മാരക, ഒരു രക്ഷയില്ല. കാരണം അതിൻ്റെ കോംബോ തന്നെ അങ്ങനെയാണ് ഗൈസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേയും പ്ലസ് സ്നാപ്ഡ്രാഗൺ 855+. ഒരു ഡെഡ്ലി കോംബോ ആണെന്ന് വേണമെങ്കിലും പറയാം ഗൈസ്. അത് അവരുടെ മാരക പെർഫോമൻസാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് മാൻ.
സെൻസേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സെൻസേഴ്സും ഇതിനകത്ത് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ NFC ഉണ്ട്. പിന്നെ സെൻസറിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൊടുത്ത ഇതിന്റെ ഫേസ് ലോക്കും ഫിംഗർ പ്രിന്റും ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. നോക്കിക്കും അതിന്റെ ഇപ്പൊ ലൈവ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഫോൺ ഇപ്പൊ ലോക്കാക്കിയിരിക്കുവാണേ, എൻ്റെ നേരെ വരുമ്പോൾ നോക്കിക്കോണേ, കണ്ട കണ്ടതേ. ഇനി എൻ്റെ നേരെ വെച്ച് ഓപ്പൺ ആക്കുവാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, ചുമ്മാ പറയും. കണ്ട വോ മാൻ, കണ്ട ഇനി ഫിംഗർ പ്രിന്റ് നോക്കിക്കോ, കണ്ട എൻ്റെ മോനോ. ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്ത് വെച്ചിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നിയ സെൻസേഴ്സ് ഇതിൻ്റെ കേട്ടോ, ഫിംഗർ പ്രിന്റ് അതേപോലെ തന്നെ ഫേസ് ഐ ഡി ഒക്കെ. പൊളി മാരകം. ഫോണിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഫോണിന് LED നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് ഈ ഫോണിനകത്ത് ഇല്ല. ഓക്കെ, പിന്നെ ഡ്യുവൽ വോൾട്ടി ഉണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ 5.0 ആണ്, ഫാസ്റ്റസ്റ്റ് ആണ്. പിന്നെ ഓഡിയോയുടെ വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം നമ്മളെ നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ഓഡിയോ ആണ്. കാരണം സ്റ്റീരിയോ ഒക്കത്തൊന്നും താഴ്ത്തുന്നുണ്ട്, രണ്ട് സൈഡിലാണ് ഓഡിയോ ഇങ്ങനെ ഫയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സംഭവം അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല, സൂപ്പറാണ്. എനിക്ക് ഓഡിയോ പേഴ്സണലി ഇഷ്ടപ്പെടും. അപ്പം ഓഡിയോയും വീഡിയോയും കൂടെ നോക്കുവാണെങ്കിൽ പൊളി. ആൻഡ് ഗൈസ്, ഈ ഫോണിന്റെ അടുത്തൊരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറാസ് ആണ്. കണ്ട 4 ക്യാമറാസ് ആണ് നമുക്ക് ഇരിക്കുന്നത്. 1, 2, 3, 4 ക്യാമറാസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ പ്രൈമറി എന്തുകൊണ്ട് സെൻസർ ഉണ്ടല്ലോ, പ്രൈമറി ക്യാമറ സെൻസർ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. ഓക്കെ, ദാറ്റ് ഈസ് 64 മെഗാ പിക്സൽ, ദെൻ പ്ലസ് 8 മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ അൾട്രാ വൈഡ് ആണ്. അതിനുശേഷം 13 മെഗാ പിക്സൽ ടെലിഫോട്ടോ ആണ്. അതെന്ന് പറഞ്ഞാൽ 2x ഒപ്റ്റിക്കൽ, 5x ഹൈബ്രിഡ് ആൻഡ് 20x ഡിജിറ്റൽ സൂം. പിന്നെ ഒരു ചെറിയ 2 മെഗാ പിക്സൽ ഉണ്ട്, അത് ഡെപ്ത് സെൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഒരു സെൽഫി ക്യാമറ ഉണ്ട് ഗൈസ്, ദാറ്റ് ഈസ് 16 മെഗാ പിക്സലാണ്. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നൈസ് സെൽഫീസൊക്കെ എടുത്ത് പൊളിക്കാം, ഒരു രക്ഷയില്ല. പിന്നെ ക്യാമറ ആപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് കുറേ ഫങ്ഷൻസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഗൈസ് നമുക്ക് ഇപ്പോൾ ബൊക്കെ എഫക്റ്റ് ഇട്ടുകൊണ്ട് വീഡിയോ എടുക്കാം. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഫഷണലി ഇപ്പോൾ DSLR-ലൊക്കെ എടുക്കണം, അല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിക്കൊണ്ട് നമുക്ക് ഈ ഫോണിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റും. സാധാരണ ബൊക്കെ ഫോട്ടോസാണ് എടുക്കാൻ പറ്റുന്നത്, ഇതിനകത്ത് പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. നമ്മൾ മാത്രം ഫോക്കസ് ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ആയിരിക്കും, കിട്ടില്ല വീഡിയോ എടുക്കും. ആൾക്കാർ വിചാരിക്കും DSLR-ആണ് എടുത്തത്. വ്ളോഗിനൊക്കെ അടിപൊളിയായിട്ട് സംഭവം അടിപൊളിയാണ്, മൊത്തത്തിൽ അടിപൊളിയായി. ഇനി ഇതിനകത്ത് കുറച്ച് ക്യാമറ സാമ്പിൾസും പറ്റുവാണെങ്കിൽ വീഡിയോ സാമ്പിൾസും നമുക്ക് നോക്കാം. കണ്ടോണ്ടിരിക്കണ ലൈവ് ബുക്ക് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടിരിക്കുവാണ്. അപ്പോൾ ലൈവായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റും. ആക്ച്വലി കുറച്ച് ഫോട്ടോസ് മാത്രമൊക്കെ നേരത്തെ എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോൾ ബട്ട് താങ്ക്സ് ടു പുതിയ ടെക്നോളജീസും കാരണം കൊണ്ട് നമുക്ക് ഇപ്പോൾ ബുക്ക് എഫക്റ്റ് വീഡിയോ ലൈവായിട്ട് ചെയ്യാം. കണ്ട എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഇവിടെയൊക്കെ ബ്ലറായിട്ട് ഇരിക്കണ്ട, ഞാൻ മാത്രം ഫോക്കസ് ആയിട്ട്. അടിപൊളിയല്ലേ? ഞാനിപ്പോൾ എണീറ്റ് വന്നേ ഉള്ളൂ, അതാണ് ഈ ഒരു കോലത്തിലൊക്കെ ഇരിക്കണത്. യോ 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 ബൂ. സോ ഫ്രണ്ട്സ്, ഫൈനലി എനിക്ക് നിങ്ങളോട് ഇത്ര പറയാനുള്ളത്, ദാറ്റ് ഈസ് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാൻ പോകുന്ന ബെസ്റ്റ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് കേട്ടോ. അഥവാ ഒരു ബഡ്ജറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നമ്മുടെ Realme X2 Pro. കാരണം അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടല്ലോ, മാരകമാണ്. ആൻഡ് ഗൈസ്, നമ്മളിപ്പോൾ ചേർത്തല സെല്ലാ വേണ്ടിയിരിക്കുകയാണ്. കാരണം നമുക്ക് കേരളം മൊത്തം അലഞ്ഞിരിഞ്ഞ് പ്രാന്തനം പോലും ഇങ്ങനെ അലഞ്ഞിരിഞ്ഞിട്ട് നമുക്ക് ഫോൺ കിട്ടിയ ഗൈസ് നമ്മുടെ സെല്ലുലാർ വേൾഡിൽ നിന്ന് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ ഓൺലൈൻ കിട്ടാൻ സാധനമൊക്കെ ഒരു ഇവിടെ കിട്ടുമെന്ന്, എന്താണ് സെറ്റപ്പ് എന്ന് അറിയാമല്ലോ. പക്ഷേ സംഭവം കൊള്ളാം. പിന്നെ ഇവിടുത്തെ പ്രീ ബുക്ക് ഇന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എടുത്താലുള്ള കുറേ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോപ്പിനകത്തോട്ട് കയറാം. യോ 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 നമ്മുടെ ബ്രോ എന്തേ
ബ്രോ അപ്പൊ പറ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് നിങ്ങൾ എന്ത് പ്രീ ബുക്ക് ചെയ്ത എന്തൊക്കെ തരും? എടാ അത് ഇപ്പൊ നമുക്ക് പ്രീ ബുക്ക് ചെയ്യുന്ന കസ്റ്റമർ കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 1199 രൂപ റേറ്റ് വരുന്ന റിയൽമിയുടെ ബ്ലൂടൂത്ത് ഇയർബഡ്സ് ഫ്രീ ആയിട്ട് വരുന്നത്. വയർലെസ് അടിപൊളിയാണ്. ഇയർബഡ്സ് എന്ന് പറയുമ്പോൾ വയർലെസ് ആയിരിക്കും. ഞാൻ ചുമ്മാ ഒന്ന് സ്പഷ്ടമാക്കിയതാണ്, മനസ്സിലായില്ലേ? പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ഷോപ്പിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് വരുന്നുണ്ട്. ഇതാണ് കസ്റ്റമർ കിട്ടുന്ന മെയിൻ ബെനിഫിറ്റ്സ്. പിന്നെ അറിയാലോ നിനക്കിപ്പോ വേറെ ഇവിടെ നിന്ന് അന്വേഷിച്ച് കിട്ടിയില്ല നമ്മുടെ ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ മൊത്തം അലഞ്ഞിരിഞ്ഞ് നടന്നത്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് മാത്രമേ കിട്ടിയുള്ളൂ. ഓൺലൈനിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണല്ലോ. അടിച്ചോ എന്റെ കയ്യിൽ ഈ ഫോണിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ദാറ്റ് ഈസ് 2999. ഓക്കെ, അതാണ് നമ്മുടെ ഫോണിന്റെ പ്രൈസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ സെല്ലാർ വേൾഡിൽ നിന്ന് തന്നെ വാങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു അൺബോക്സിംഗ് റിവ്യൂ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൽക്കാനൊക്കെ നൈസായിട്ട് എന്ന് അടിച്ചു പിടിക്കണം. എന്നാൽ നെക്സ്റ്റ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കും അല്ലേ? അതെ, ഇതിന് പഞ്ച് പറ. ഓക്കെ, സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബൈ.